നൊവിഷ്യേറ്റിൻ്റെ 2ാം വർഷം അടുത്തു വരുന്നു. വ്രതവാഗ്ദാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ ആത്മാവ് ഭയന്നു വിറച്ചു. ഞാൻ വായിച്ചിരുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ധ്യാനിക്കുവാൻ സാധിച്ചിരുന്നില്ല. ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന സ്വീകാര്യമല്ലെന്ന് എനിക്ക് തോന്നി. വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി ദൈവത്തെ കൂടുതൽ നീരസപ്പെടുത്തുകയാണെന്ന് ഞാൻ കരുതി. എങ്കിലും എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ തിയഡോർ ഒരു ദിവ്യകാരുണ്യ സ്വീകരണം പോലും മുടക്കാൻ എന്നെ അനുവദിച്ചില്ല. എൻ്റെ ആത്മാവിൽ ദൈവം വളരെ വിചിത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കുമ്പസാരക്കാരൻ എന്നോട് പറയുന്നതൊന്നും തന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. വിശ്വാസത്തിൻ്റെ നിസ്സാരമായ സത്യങ്ങൾ പോലും എനിക്ക് അഗ്രാഹ്യമായിരുന്നു. എൻ്റെ ആത്മാവ് അപാരമായ ദുഃഖത്തിലായിരുന്നു. ഒരിടത്തും അതിന് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ദൈവം എന്നെ കൈവിട്ടു എന്ന ശക്തമായ ചിന്ത എന്നിലേക്ക് കടന്നുവന്നു. ഈ ഭീതിജനകമായ ചിന്ത ആത്മാവിൽ ചൂഴ്ന്നിറങ്ങി എന്നെ കുത്തി മുറിവേൽപ്പിച്ചു. ഈ പീഡനകാലത്ത് എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിച്ചു. ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം ലഭിക്കുമെന്ന ചിന്ത എന്നിലേക്ക് കടന്നുവന്നു. ഇതെല്ലാം ദൈവത്തിന് പ്രീതികരമല്ലെങ്കിൽ എന്തിനു നാം പരിത്യാഗം അനുഷ്ഠിക്കണം? നോവിസ് ഡയറക്ടറസിനോട് ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. പ്രിയ സഹോദരി, വലിയ വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിൽ അവിടുത്തോട് വളരെ അടുത്ത് നീ ഉണ്ടായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. കർത്താവായ ഈശോയിൽ ശക്തമായി ശരണപ്പെടുക. നശിച്ചുപോയ ആത്മാക്കൾ സഹിക്കുന്ന യഥാർത്ഥ പീഡനം ദൈവത്താൽ അവർ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ഭീതിജനകമായ ചിന്തയാണ്. ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ അഭയം പ്രാപിച്ച് ശരണത്തിൻ്റെ പ്രകരണങ്ങൾ ആവർത്തിച്ചു ചൊല്ലി. എന്നാൽ ഈ പ്രാർത്ഥന എനിക്ക് കൂടുതൽ പീഡനങ്ങൾക്ക് കാരണമായി. ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് ഇപ്രകാരം ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. ഈശോയെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം തൻ്റെ സൃഷ്ടിയെ മറക്കുന്നതിന് മുൻപായി ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമെന്നും, എന്നാൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം തൻ്റെ സൃഷ്ടിയെ ഒരിക്കലും മറക്കുകയില്ലെന്നും. ഓ ഈശോയെ, എൻ്റെ ആത്മാവിൻ്റെ രോദനം അങ്ങ് കേൾക്കുന്നുണ്ടോ? അങ്ങയുടെ കുഞ്ഞിൻ്റെ രോദനങ്ങൾ കേൾക്കാൻ കരുണ തോന്നണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്തെന്നാൽ ദൈവമേ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ നിന്റെ വചനം എന്നും നിലനിൽക്കും. എന്നിട്ടും ഒരു നിമിഷ നേരത്തെ ആശ്വാസം പോലും എനിക്ക് ലഭിച്ചില്ല.